ഓ വഴക്കൊക്കെ പറഞ്ഞ്, എന്നാലും ആ പിള്ളേരെ ഉപദ്രവിക്കും. നാളിൽ എച്ചമ്മ പിടിച്ച് നന്നായിട്ട് അവന് കൊടുത്തതാ, എന്നിട്ട് അവനൊരു കൂസലില്ല. അത് കൊടുക്കണ്ട പോലെ കൊടുക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടാ. അവനെന്നെ തള്ളിയിട്ടിട്ട് എന്റെ മുകളിൽ കയറിയിട്ട് അവൻ എന്റെ നെഞ്ചത്തിടിച്ച്. എനിക്ക് ഇപ്പോഴും നല്ല വേദനയുണ്ട് അച്ഛ. മോൻ വിഷമിക്കണ്ട, നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കാം. നാളെ അമ്മയും കൂടെ വരുന്നുണ്ടല്ലോ സ്കൂളിൽ. ഞാൻ മാത്രമല്ല, എടി നാളെ എനിക്ക് ഒരുപാട് ഇത് കഴിഞ്ഞുള്ള കാര്യം മതി. പഞ്ഞ ചെറുക്കനാച്ച സൂര്യൻ, അവൻ ഇനി ആ സ്കൂളിലുണ്ടെങ്കിൽ ഞാൻ ഇനി സ്കൂളിൽ പോകത്തില്ല. വാ. എന്തു ചെയ്യാനാ മാഡം, എല്ലായിടത്തും ഇങ്ങനെ എണ്ണം കേട്ട കുറേ എണ്ണം കാണും. ഇന്നാളി കലിമൂത്ത് ഞാൻ ഒരെണ്ണം കൊടുത്തതാ. അവൻ വടിയെ പിടിച്ച് തിരിഞ്ഞ് തന്നെ ഒരു നോട്ടം നോക്കി. ഞാനിവിടെ പേടിച്ചു പോയി. നമുക്ക് പഠിക്കാനൊന്നും പറ്റത്തില്ലെന്നേ. കഴിഞ്ഞ വർഷം ഒരുത്തിന് ഒരെണ്ണം കൊടുത്തത് അരവിന്ദ് സാറും. അത് പിന്നെ കേസായി 50,000 രൂപ കൊടുത്ത് അത് തീർപ്പാക്കിയത്. ഞങ്ങൾക്കിതൊന്നും അറിയണ്ട സർ. പഠിക്കാൻ വിട്ട കുഞ്ഞ, അവന്റെ ഷർട്ട് ഒന്ന് ഊരി നോക്കിയേ. നിങ്ങളാണെ സഹിക്കൂ. അത് തന്നെ പറഞ്ഞാൽ മാഡം, ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങളുടെ കാര്യം പോക്കാം. പിന്നെന്താ സാർ ഇതിനൊരു പരിഹാരം? ദേ വരുന്നുണ്ട്. ഇങ്ങോട്ട് മാറി നിൽക്കട. ഇവന്റെ രക്ഷകർത്താവ് വന്നില്ലേ ടീച്ചർ? ഇല്ല സാർ. എന്താടാ? എടാ നിന്നോടാ ചോദിച്ചേ. അവരെ ഫോണിൽ വിളിച്ചില്ലേ ടീച്ചർ? അവൻ്റെ അമ്മയുടെ ഒരു നമ്പർ തന്നിട്ടുണ്ട് സാറേ. ഞാൻ എത്ര തവണ വിളിച്ചെന്നറിയാവോ? എടുത്തിട്ട് വേണ്ടായോ? ഇങ്ങനെ ഓരോന്നിനെ പടച്ച് പള്ളിക്കൊടുത്ത് വിടും. ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല, പറഞ്ഞു വിട്ടാൽ വരത്തുമില്ല. ബാക്കിയുള്ളവർക്ക് പണിയുണ്ടാക്കുക. നിങ്ങൾ പറ, ഞങ്ങൾ എന്ത് ചെയ്യണം? അത് ഞങ്ങളല്ലല്ലോ സാർ പറയേണ്ടത്. നല്ല പെട കൊടുക്കണം സർ, അല്ലെങ്കിൽ ടി സി കൊടുത്ത് പറഞ്ഞു വിടണം. അത് തന്നെയാണ് വേണ്ടത്. അവരുടെ നിപ്പ് കണ്ടില്ലേ? വിളിച്ചിട്ട് എൻ്റെ അമ്മ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. അതെങ്ങനെ? അവരുടെ അടുത്ത് ഇങ്ങനെയായിരിക്കും അവൻ്റെ പെരുമാറ്റം. ടീസ് കൊടുത്ത് പറഞ്ഞു വിട് സാറേ. ദേ ഇപ്പോഴും വിളിച്ചാ സാർ, റിംഗ് ഉണ്ടായിരുന്നു, എടുക്കുന്നില്ല. എന്താടാ ഫോൺ വിളിച്ചാൽ നിന്റെ തള്ള എടുക്കാത്ത? അതോ പെറ്റ തള്ളയ്ക്ക് പോലും നിന്നെയൊന്നും വേണ്ടാതായോ?